ചേട്ടൻ പ്രഹ്ലാദ തൊട്ട് അഭിനയിക്കുകയല്ലേ? അതെ. ആദ്യം സിനിമയിൽ വന്നത് എങ്ങനെയാണ്? ഞാൻ സെക്കൻഡ് ഫോം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ശിവരാത്രിക്ക് ഞങ്ങൾ പാടി കളിക്കുമായിരുന്നു. അന്ന് അച്ഛൻ്റെ കൂട്ടുകാരനാണ് NB ചെലപ്പൻ നായർ. അദ്ദേഹം വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞ ആരാ പാടുന്നതെന്ന് ചോദിച്ചാൽ ഇതെല്ലാം ബാലേന്ദ്രനാണെന്ന് പറഞ്ഞപ്പോൾ വിളിക്കൂ, കുട്ടിയെ കാണണം എന്ന് പറഞ്ഞു. അദ്ദേഹമാണ് പിന്നെ മെർലാൻഡ് സുബ്രഹ്മണ്യത്തിനെ പരിചയപ്പെടുത്തിയത്. ശരി. അങ്ങനെയാണ് ഞാൻ മദ്രാസിൽ വന്നത് ആദ്യമായിട്ട്. അവിടെ മദ്രാസിലാണോ എടുത്തത്? അതെ. അത് മുഴുക്ക ജമിനി സ്റ്റുഡിയോയിലായിരുന്നു. ചേട്ടൻ പ്രഹ്ലാദയിൽ അഭിനയിച്ചതിന് ശേഷം ഒരുപാട് ഗ്യാപ്പ് വന്നില്ലേ? പിന്നെ അഭിനയിച്ചത് പൂത്താലിയാണോ? ഡബിൾ റോൾ ചെയ്തത്? ഡബിൾ റോൾ ചെയ്തത് പൂത്താലി. അതെ. അത് ആരെടുത്തു? മെർലാൻഡ് സുബ്രഹ്മണ്യം. മെരിലാൻഡിൽ അതിലായിരുന്നു ഡബിൾ റോള്. അതെ. അല്ല, അനിയനും ചേട്ടനുമായിട്ട്. അത് ശരി. അത് മലയാളത്തിലെ ആദ്യത്തെ ഡ്യുവൽ റോളാണ്. ഓഹോ, ആദ്യമായിട്ട്. അതെ, മെരിലാൻഡിൻ്റെ പടം. അന്ന് എല്ലാവർക്കും വലിയ അതിശയമായിരുന്നു ഈ ഡ്യുവൽ റോൾ എങ്ങനെ ഒരാൾ ചെയ്യുമെന്ന്. അത് ശരി. ആദ്യത്തെ പടം. അത് ശരി. അതിനുശേഷം പൂത്താലിക്ക് ശേഷം ക്രിസ്മസ് രാത്രി, അങ്ങനെ ഒരുപാട് പടം. ചേട്ടൻ നാരദനായിട്ട് അഭിനയിച്ചത് ഏത് പടത്തിലാണ്? വലിയ ഫേമസ് ആയിരുന്നു അന്ന്. കുചേല, കുമാരസംഭവം, ദേവി കന്യാകുമാരി, നിറയെ പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. ഈ കുമാരസംഭവത്തിലാണ് എല്ലാം ആളുകൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നാരദനായിട്ട് നാരദനാകാൻ ജനിച്ചവനാണെന്ന് വരെ പത്രങ്ങൾ എഴുതി. ചേട്ടൻ്റെ റിലേഷൻസിൽ ആരെങ്കിലും നമ്മുടെ സിനിമാ ഫീൽഡിലുണ്ടോ? എൻ്റെ ചേട്ടൻ വഞ്ചിയൂർ മഹാനായർ സിനിമയിലുണ്ടായിരുന്നു. ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇല്ല. ഇപ്പം ചേട്ടൻ നിറച്ചും പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് അവാർഡ് കിട്ടിയത് TP ബാലഗോപാൽ, ലാലു അഭിനയിച്ചത് അല്ലേ? ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. ആ പടത്തിൽ ചേട്ടനും ഒരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്, ജോത്സ്യനായിട്ട് അല്ലേ? പ്രൊഡ്യൂസർ അഭിനയിച്ചു അതിൽ. അതെ. ഇപ്പം ചേട്ടൻ്റെ അതായത് ഇപ്പം കുറച്ച് ദിവസമായിട്ട് പടം എടുത്തില്ലല്ലോ, അപ്പോൾ അതിന് മുമ്പ് എടുത്ത പടം ഏതാണ്? അവസാനമായിട്ട് എടുത്തത് എല്ലാവർക്കും നന്മകൾ. അത് റിലീസ് ആയിട്ടില്ല. ആരഭിനയിച്ചു? അത് സുരേഷ് ഗോപി, ബാലൻ നായർ, മുകേഷ്, ഇങ്ങനെ കുറേ ആർട്ടിസ്റ്റ്. റിലീസായിട്ടില്ല. ഇല്ല. അത് പറഞ്ഞ അപ്പോഴത്തേക്ക് ഈ മാർക്കറ്റിംഗ് ഇത് മാറി. അത് ശരി. ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് ഭയമായി. ഇത്രയും പണം മുടക്കിയാൽ എങ്ങനെ വസൂലാവും എന്ന് വരെ തോന്നി തുടങ്ങി. അതോടെ നമ്മളും മാറി. ശരി. അപ്പോൾ ഇത്രയും വർഷമായിട്ട് ചേട്ടൻ ഈ സിനിമയിലുണ്ടല്ലോ, എന്ത് വിചാരിക്കുന്നു നമ്മുടെ സിനിമയെ പറ്റി? ആ മാറ്റങ്ങൾ നമ്മൾ മാറിക്കൊടുക്കണം. ആ മാറ്റങ്ങൾ വന്നു തന്നെ തീരും. ഇപ്പോൾ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നപ്പോൾ ഞാൻ പ്രൊഡ്യൂസറായപ്പോൾ 72 പ്രൊഡ്യൂസറായ. അത് ലേറ്റായിട്ടല്ലേ? അതെ. ആ സമയത്തുണ്ടായിരുന്ന കാസ്റ്റും ഒക്കെ എന്നിട്ട് ഇന്ന് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇല്ല അതിനെ ബീറ്റ് ചെയ്യാൻ. അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ നമ്മൾ മാറിയിരിക്കുക ഭേദം. അതിന് മത്സരിക്കാനൊക്കില്ല. അല്ല, ചേട്ടാ അഭിനയിച്ചുകൊണ്ടിരുന്നില്ലേ? അതെ. ഒരുപാട് വേഷങ്ങൾ. ഞാൻ തന്നെ ചേട്ടൻ്റെ കൂടെ ഒരുപാട് പടങ്ങളിൽ ഭാര്യയായിട്ട്, അതായത് വില്ലൻ വില്ലി എന്നൊക്കെ വേണമെങ്കിൽ അന്നത്തെ അത് പറയാം. ഇന്ന് ആ വില്ലനും വില്ലിയൊന്നും ഇല്ല, എന്നാലും അന്നുണ്ടായിരുന്നു. അപ്പം ആ വേഷങ്ങൾ അതിനെപ്പറ്റി എന്തെങ്കിലും? അന്ന് വാസ്തവത്തിൽ അഭിനയം മാതിരി തോന്നിയില്ല. ഫാമിലി മാതിരി ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ് സംസാര വിഷയം ഇതൊക്കെ ആയിട്ട് തോന്നുന്നത്. അപ്പോൾ അതിനുവേണ്ടി സ്ട്രെയിൻ ചെയ്യാറില്ലായിരുന്നു. ഒരാർട്ടിസ്റ്റ് സ്ട്രെയിൻ ചെയ്യാറില്ല. അന്ന് ഈ പഠിപ്പിക്കുക എന്നും പറഞ്ഞ ഏർപ്പാടില്ലല്ലോ. അവരവരെ മനസ്സിലാക്കുക, എൻ്റെ ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യും. ഞാൻ സുകുമാരിയമ്മയെ പറ്റി തന്നെ പലപ്പോഴും പറയാനായിട്ട് മറ്റുള്ള ആർട്ടിസ്റ്റ് ഡ്രസ്സ് മാറാനായിട്ട് പോയി കഴിയുമ്പോഴത്തേക്ക്
ഇവിടെ ഡ്രസ്സ് ചെയ്ത് വന്നു കഴിയും. അത്ര സ്പീഡാണ്. എനിക്കൊരു അനുഭവമുണ്ട്. ഒരിക്കൽ വന്നപ്പോൾ ഒരു മേക്കപ്പ് മാൻ പറഞ്ഞു കൊടുക്കുന്നു, പതുക്കെ പോകണം എങ്കിലേ വിലയുള്ളൂ, ഇത്ര വേഗത്തിലൊന്നും നിങ്ങൾ ഊണ് കഴിക്കരുത്, പതുക്കെ പോയാൽ മതി എന്ന്. അന്ന് എനിക്ക് തോന്നുന്നത് ആർട്ടിസ്റ്റ് കുറവായിരുന്നു. നമ്മൾ എവിടെ പോയാലും ഇപ്പം ഇവിടുന്ന് ഷൂട്ടിങ് കഴിഞ്ഞ് ഇതേ ബാച്ചായിരിക്കും അപ്പുറത്തെ ഷൂട്ടിങ്, അങ്ങനെയും ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ എപ്പോഴും എന്നും കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് വി ഹാഡ് അഫെക്ഷൻ. ഇപ്പോൾ ഇന്ന് അങ്ങനെയല്ല, എവിടെ ചെന്നാലും പുതിയ പുതിയ ആർട്ടിസ്റ്റുകൾ വന്നു. നല്ലതാണ്, ചീത്ത എന്നല്ല പറയുന്നത്. സോ അതിൻ്റെ ആ ഒരു റിലേഷൻഷിപ്പ് കുറഞ്ഞു എന്നേ ഞാൻ പറയുള്ളൂ. മുമ്പ് എല്ലാവരും ഇപ്പോൾ ആരെടുത്ത് ചോദിച്ചാലും അങ്ങനെ പറഞ്ഞാൽ അന്ന് ഞങ്ങളെല്ലാവരും ഒന്നിച്ച് ഒരു ഫാമിലി പോലെ ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ കാരണം ഞാൻ നോക്കിയപ്പം ഇതാണ്. അന്നിപ്പം ജയഭാരതി, ഷീലാമ്മ, നസീറേട്ടൻ, സത്യൻ സാറ്, ഇങ്ങനെ ബാസിയേട്ടൻ, എല്ലാവരും നമ്മളെല്ലാവരും ആയിരുന്നു. ഇപ്പം ചിലപ്പം ശശികുമാർ സാർ തന്നെ ആയിരിക്കാം 2 ഷിഫ്റ്റ് വർക്ക് ചെയ്യുന്നത്. അവിടെ 2 ആർട്ടിസ്റ്റ് നമ്മൾ തന്നെ ആയിരിക്കാം. സിനിമയിൽ നിന്ന് ലഭിച്ച പണം മുഴുവൻ സിനിമയിൽ തന്നെ നിക്ഷേപിച്ച ചുരുക്കം കലാകാരന്മാരെ മലയാള ചലച്ചിത്ര ലോകത്തുള്ളൂ. അക്കൂട്ടത്തിൽ ആദ്യം പറയേണ്ട പേരാണ് TK ബാലചന്ദ്രൻ്റേത്. മലയാളത്തിലും കന്നഡയിലും തമിഴിലുമായി 400ഓളം സിനിമകളിൽ അഭിനയിച്ച TKB എന്നറിയപ്പെടുന്ന TK ബാലചന്ദ്രൻ 18 സിനിമകൾ നിർമ്മിക്കുകയും ചെയ്തു. TK ബാലചന്ദ്രൻ ഒരു മുതിർന്ന കഥാപാത്രത്തെ സിനിമയിൽ ആദ്യമായി അവതരിപ്പിക്കുന്നത് അനിയത്തിയിലൂടെയാണ്. പ്രേം നസീറിനും മിസ് കുമാരിക്കുമൊപ്പം സഹനടനായി വേഷമിട്ട അദ്ദേഹം അക്കാലത്ത് തന്നെ നിരവധി തമിഴ് സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. MGRനോടൊപ്പം അഭിനയിച്ച നാടോടി മന്നൻ, ശിവാജി ഗണേശനോടൊപ്പം അന്തനാൾ തുടങ്ങിയ ചലച്ചിത്രങ്ങൾ TK ബാലചന്ദ്രന് നിരവധി പേരുടെ പ്രശംസ നേടിക്കൊടുത്തു. കഥാപാത്രത്തിൻ്റെ നീളവും പ്രാധാന്യവുമല്ല അദ്ദേഹം നോക്കിയിരുന്നത്, മറിച്ച് ആ കഥാപാത്രത്തെ തന്നിലൂടെ ശ്രദ്ധേയമായ ഒരു തലത്തിലേക്ക് ഉയർത്താനാണ് അദ്ദേഹം ശ്രദ്ധിച്ചത്. അതുകൊണ്ട് തന്നെ പുരാണ മലയാള സിനിമകളിൽ പകുതിയിലധികം നാരദ വേഷം കെട്ടിയിരുന്നത് അദ്ദേഹമായിരുന്നു. പൊയ്മുഖങ്ങളാണ് അദ്ദേഹം ആദ്യം നിർമ്മിച്ച സിനിമ. തുടർന്ന് കാട്ടുകള്ളൻ, പ്രസാദം, രക്തസാക്ഷികൾ, TP ബാലഗോപാലൻ MA തുടങ്ങിയ ശ്രദ്ധേയമായ ചിത്രങ്ങൾ അദ്ദേഹം നിർമ്മിച്ചു. ഇതിൽ TP ബാലഗോപാലൻ MAയ്ക്ക് അദ്ദേഹത്തിന് സംസ്ഥാന അവാർഡ് ലഭിക്കുകയുണ്ടായി. മലയാള സിനിമയുടെ ഏറെക്കുറെ തുടക്കം മുതൽ ഉണ്ടായിരുന്ന ഈ കലാകാരൻ ഇന്നും ചിന്തിക്കുന്നത് സിനിമയെക്കുറിച്ചാണ്. തൻ്റെ കുടുംബത്തോടൊപ്പം അഭിനയിക്കുവാനുള്ള അവസരങ്ങൾക്കായി ഈ മനുഷ്യൻ കാത്തിരിക്കുകയാണ്.